കഴിഞ്ഞൊരു 10 വർഷക്കാലത്തെ ഈ പ്രേമചന്ദ്രൻ്റെ ലോക്സഭയിലുള്ള പ്രസംഗങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വർഗീയത എന്ന വിഷയവുമായി മുൻനിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ സംഘപരിവാറിനെ അതിനിശിതമായി വിമർശിക്കുന്ന ഒറ്റ പ്രസംഗം പോലും അദ്ദേഹം നടത്തിയിട്ടില്ല. അദ്ദേഹം വലിയ പാർലമെൻറ്റേറിയനാണെന്ന് പറയുന്നു, ഇടപെടുമെന്ന് പറയുന്നു. സാമ്പത്തികമായ അദ്ദേഹം ഇടപെട്ട പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട പ്രസംഗം പറഞ്ഞ ഈ ലോക്സഭയിൽ നടത്തിയ കേരള വിരുദ്ധ പ്രസംഗങ്ങളാണ്. കേരള സർക്കാരിനെ, അതായത് നരേന്ദ്രമോദി സർക്കാരിനെ അല്ല, കേരള സർക്കാരിനെ വിമർശിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തിക നയം, ഇത്തരം വിഷയങ്ങളെല്ലാം കേരള സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് അവിടെ നടത്തിയ പ്രസംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമെന്ന രീതിയിലെല്ലാം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയെല്ലാം പ്രചരിച്ചിരിക്കുന്നത്. രാജേന്ദ്രൻ പറയുന്നത് പ്രേമചന്ദ്രൻ്റെ ഒരു ലോങ് ടൈം പ്ലാൻ ആയിരുന്നു എന്നാണോ? ഇതാ പറയും അദ്ദേഹം ഇതെല്ലാം കൂടി കൂട്ടി വായിക്കാം. അതെല്ലാം കൂടി ചേർത്ത് വെച്ച് രാജേന്ദ്രൻ പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ്. ഇദ്ദേഹം പാർലമെന്റിൽ അസാമാന്യമായി സംസാരിക്കുകയും മനോഹരമായ ഭാഷ ഉപയോഗിക്കുകയും എല്ലാം ചെയ്യും. പക്ഷേ ഒരിക്കൽ പോലും BJPക്ക് നേരെയോ അവരുടെ വർഗീയതയ്ക്ക് നേരെയോ കൈ ചൂണ്ടിയതായിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ ജോൺ ബ്രിട്ടാസ്, അതുപോലെ ഇളമരം കരീം, ശിവദാസൻ, പിന്നെ റഹീം, ആരിഫ് എന്ന് തുടങ്ങിയ MP-മാരുടെയൊക്കെ നമ്മൾ ഈ മൊബൈൽ ഫോണിലൂടെ പ്രചരിക്കുന്ന അവരുടെ എല്ലാം വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നരേന്ദ്രമോദിക്ക് ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിയെ അത് പേരെടുത്ത് വിമർശിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതുപോലുള്ള ഏതെങ്കിലും ഒന്ന് ഈ പ്രേമചന്ദ്രൻ്റെ കാര്യത്തിൽ കാണാറുണ്ടോ? കാണാനില്ല.